കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് കടുത്ത വേനലിലൂടെയാണ്. ഇന്നത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും അനുഭവപ്പെടുന്ന ചൂട് ഏകദേശം 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ കഠിനമായ ചൂട് നിങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെയും ബാധിച്ചേക്കാം. ഈ ദിവസങ്ങളിലെ പ്രധാന വിവരങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നിലവിൽ 34 ഡിഗ്രി സെൽഷ്യസ് മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. നിലവിൽ UV ഇൻഡെക്സ് 9ഉം അതിൽ കൂടുതലുമാണ് കാണിക്കുന്നത്. സൂര്യപ്രകാശം നേരിട്ട് ദേഹത്തേൽക്കുന്നത് അപകടകരമാണ്. അതിലെല്ലാം ഉപരി ഹ്യൂമിഡിറ്റി അഥവാ അന്തരീക്ഷ ഈർപ്പം 25% കൂടുതലുമാണ്. ഇതിനിടയിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴ കൂടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടിമിന്നലേൽക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് അമിതമായ വിയർപ്പും തളർച്ചയും ചിലർക്ക് ശ്വാസം മുട്ടും അനുഭവപ്പെട്ടേക്കാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വിദഗ്ധൻ, ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ഹോസ്പിറ്റൽ അഡ്മിഷൻ എന്നാണ്. ആശുപത്രിവാസം ഒഴിവാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ക്ലെയിം കിട്ടും, പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ നിന്നും ചിലവാകും. അതുകൊണ്ട് പരമാവധി ആശുപത്രിവാസം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ശരീരത്തിൽ ജലാംശം നിലനിർത്തണം. ദാഹം തോന്നിയില്ല എങ്കിലും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് തയ്യാറാവണം. ORS ലായനി, നാരങ്ങ വെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ ഇടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. അമിതമായിട്ട് വിയർപ്പുള്ളവർ ഇലക്ട്രോലൈറ്റ് അടങ്ങിയ വെള്ളം കുടിക്കുന്നത് തന്നെ ശീലിക്കുക. രണ്ടാമതായിട്ട് പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ടുള്ള വെയിൽ ഏൽക്കുന്നത് കർശനമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. ബോധപൂർവം അത് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ട് അയഞ്ഞ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങൾ, ഇപ്പം ഞാനിട്ടിരിക്കുന്നുണ്ടല്ലോ ലൈറ്റ് പിങ്ക് പോലെയുള്ളത് അല്ലെങ്കിൽ വൈറ്റ് കളറിലൊക്കെ ഉള്ള കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ധരിക്കാൻ ശ്രമിക്കുക. ജീൻസും മറ്റ് ടൈറ്റ് വസ്ത്രങ്ങളും ഈ സമയത്ത് അത്ര നല്ലതല്ല. അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കിയിട്ട് ഇത്തരം വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുക. നാലാമതായിട്ട് പുറത്തു പോകുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ തൊപ്പിയോ കുടയോ എന്തെങ്കിലും ഉപയോഗിക്കണം. പരമാവധി തണൽ സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. അഞ്ചാമതായിട്ട് കഠിനമായ തലവേദന, തലകറക്കം, ശരീരവേദന, തളർച്ച എന്നിവ ഉണ്ടായാൽ ഉടനടുത്തുള്ള തണലിലേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക. ആറാമതായിട്ട് ഭൂമിയുടെ ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വിഷപ്പാമ്പുകൾ അടക്കമുള്ള പലതരം ജീവികൾ തണുപ്പ് തേടി വീടിനകത്തും അതേപോലെ നമ്മുടെ വണ്ടികൾക്കകത്തും ഈവൻ ഷൂവിനകത്ത് വരെയും ചിലപ്പോൾ കയറിയിരിക്കാം. അതുകൊണ്ട് എല്ലാത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. നമ്മളിപ്പം സ്ഥിരം കാണുന്ന വാർത്ത പാമ്പുകടിയെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെയിലത്ത് കിടക്കുന്ന വാഹനത്തിനകത്ത് കയറുമ്പോൾ, നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന വെയിലത്തായിരുന്നു, അങ്ങനെയുള്ളൊരു വാഹനത്തിൽ നമ്മൾ കയറുമ്പോൾ സ്വല്പനേരം അതിൻ്റെ വിൻഡോസ് എല്ലാം തുറന്നിട്ട് വായു സഞ്ചാരം ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോൾ വണ്ടിക്കകത്ത് നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ, സ്പ്രേ കുപ്പികൾ, അതേപോലെ ലൈറ്റർ, സിഗരറ്റ് ലൈറ്റർ തുടങ്ങിയവയൊക്കെ ഒഴിവാക്കി വെക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഈ ചൂട് കാരണം അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾക്ക് നിലവിൽ ഇല്ലെങ്കിൽ, ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് പര്യാപ്തമാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ മുൻകരുതലായിട്ട് ഉടനെ എടുത്തു വെക്കുക. എന്തിനാണ് ഇൻഷുറൻസിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം നടത്തുന്നു എന്ന് നിങ്ങൾ കുറ്റവും പറഞ്ഞേക്കാം. പക്ഷേ മേൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, ഇനി ശ്രദ്ധിച്ചിട്ടും നമുക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് വേണ്ടുന്ന ചികിത്സ നമുക്ക് തേടിയേ തീരും. ഉദാഹരണം പറഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്ക് പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ചൂട് കൂടിയത് കാരണം ബോധക്ഷയം വന്നു പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരിട്ട് നമ്മൾ ICUയിലേക്കായിരിക്കും പ്രവേശിപ്പിക്കുക. അങ്ങനെ വേണ്ടി വന്നാൽ അതിൻ്റെ ചികിത്സാ ചെലവ് ലക്ഷങ്ങൾ ചിലപ്പോൾ കടന്നേക്കാം. ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മൾ കാത്തു കിടക്കുന്ന സമയം കൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ നല്ല ചികിത്സയും നേടാം. ഇപ്പോൾ ഈ പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സർവൈവ് ആവുന്ന മിക്കവരും സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിലവിലുള്ള നിങ്ങളുടെ പോളിസികൾ ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ പോളിസി ഡോക്യുമെൻ്റ് ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ഏജൻറ്റുമായിട്ട് സംസാരിക്കുക. ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ കിട്ടാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ആശുപത്രികൾ നിങ്ങളുടെ കമ്പനിയുടെ നെറ്റ്വർക്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. പ്രധാനമായിട്ടും സൂര്യതാപം നേരിട്ട് ഏൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സർക്കാർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. അതേപോലെ നിങ്ങളുടെ ആരോഗ്യവും ഇൻഷുറൻസും ഒരുപോലെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. സുരക്ഷിതമായിട്ടിരിക്കുക. അപകടം വന്നാൽ ഉടൻ മറ്റുള്ളവരുടെ സഹായം തേടുക. അതിനകത്ത് യാതൊരു മടിയും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പോളിസിക്കായിട്ട് നിങ്ങൾ എന്നെ ബന്ധപ്പെടുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.